ഇസ്രായേൽ അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ നമ്മളെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നാടുവിട്ടു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്ത. അദ്ദേഹം ജർമ്മനിയിലാണ് ഉള്ളത് എന്ന് പറയുന്നു. നമ്മളൊന്ന് ആലോചിച്ചേക്ക്, ഒരു രാജ്യത്തെ മുച്ചൂടും നശിപ്പിച്ചുകൊണ്ട് ഏറ്റവും വലിയ അഹങ്കാരി, ലോകത്തെ ഏറ്റവും വലിയ തെമ്മാടി എന്തൊക്കെയായിരുന്നു വലിയ വീമ്പിളക്കിയ ഒരു പ്രധാനമന്ത്രി. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഞങ്ങളാണ്, എല്ലാ ടെക്നോളജിയും ഞങ്ങളെ കൈവശമുണ്ട്, ഒരു ഈച്ച പോലും ഇസ്രായേലിൻ്റെ ആകാശത്തു കൂടി ഞങ്ങളറിയാതെ പറക്കില്ല, അയൺ ഡോം സംവിധാനങ്ങളുണ്ട്, ഒരു മിസൈലിൻ്റെ തുണ്ട് പോലും ഞങ്ങൾ ഭൂമിയിലേക്ക് പതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീമ്പിളക്കിയ ഒരു പ്രധാനമന്ത്രി ഇപ്പോൾ സ്വന്തം രാജ്യത്തെ ബങ്കറുകളിൽ പോലും സുരക്ഷിതമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജർമ്മനിയിലേക്ക് കുടിയേറി എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതിനിടയിൽ ഈ കിളവൻ കാഞ്ഞുപോയി എന്നൊക്കെ വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരൻ അത്ര എളുപ്പത്തിൽ കൊല്ലപ്പെടില്ല. ഇനി കൊല്ലപ്പെട്ടാലും വളരെ ദയനീയമായാണ് കൊല്ലപ്പെടുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു രാജ്യത്തെ മുഴുവനും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് മുന്നിൽ ആ രാജ്യത്തെ ജനങ്ങളെ മുഴുവനും ചുട്ടു ചാമ്പലാക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തുകൊണ്ട് മുങ്ങിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ജീവനോ സ്വത്തിനോ ഒരു സംരക്ഷണവുമില്ല, തൻ്റെ ജീവനാണ് ഏറ്റവും വലുത് എന്ന തിരിച്ചറിവോടുകൂടി അയാൾ രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ്. നേരത്തെ വലിയ വീരവാദമൊക്കെ പറഞ്ഞ ആളായിരുന്നു. അമേരിക്കയും ഇസ്രായേലിൻ്റെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ട് യുദ്ധത്തിനിറങ്ങിയപ്പോൾ എന്തെന്നില്ലാത്ത നാശനഷ്ടങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അറബ് രാജ്യങ്ങളിലെ മിലിറ്ററി ബേസുകൾ തുരുതുര ആക്രമിക്കപ്പെടുന്നു, ഇറാഖിലെ എണ്ണക്കപ്പൽ ആക്രമിക്കപ്പെടുന്നു, അതേപോലെ തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ എബ്രഹാം ലിങ്കൺ കപ്പൽ ആക്രമിക്കപ്പെടുന്നു, ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കപ്പെടുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ടും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇദ്ദേഹത്തിൻ്റെ മറുപടിയില്ല, ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അമ്പെ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഇത്രയും കാലം ലെബനാനിലും അതോടൊപ്പം തന്നെ ഫലസ്തീനിലും നയിച്ച സമാനതകളില്ലാത്ത ക്രൂരതകൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഫലസ്തീനിലെ ഗസയിലെ പിഞ്ചുമക്കളുടെയും ബിൽഡിങ്ങുകളുടെയും നഗരത്തിൻ്റെയും ഫോട്ടോ എങ്ങനെയായിരുന്നോ അതേ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ഇസ്രായേലിലെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇസ്രായേൽ ഫാദർലാൻഡാണ്, നമ്മുടെ ഇന്ത്യ മദർലാൻഡാണ് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ആ പ്രധാനമന്ത്രിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കുറേ സംഖ്യകളും ഉണ്ടായിരുന്നു. ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്ക എന്നൊക്കെ കേൾക്കുമ്പോൾ ഏത് ഉറക്കത്തിലും എഴുന്നേറ്റുന്നുകൊണ്ട് ജയ് വിളിക്കുന്ന, അല്ലെ വന്ദേ മാതരമൊക്കെ വിളിക്കുന്ന കുറേ മന്ദബുദ്ധികളായ സംഖ്യകളുണ്ടായിരുന്നു. ആ സംഖ്യകളോടും പറയാനുള്ളത് നിങ്ങളുടെ അവസ്ഥയും ഇത് തന്നെയായിരിക്കും. കാരണം ബെഞ്ചമിൻ നെതന്യാഹു സ്വന്തം ജനങ്ങളെ ഒരു രാജ്യത്ത് ഇട്ടേച്ചു പോയിക്കൊണ്ട് അയാളുടെ ജീവൻ സുരക്ഷിതമാക്കാൻ എന്താണോ പണിയെടുത്തത് അതേ പണി തന്നെയായിരിക്കും നിങ്ങളെ വംശീയതയും വർഗീയതയൊക്കെ പറഞ്ഞുകൊണ്ട് രാജ്യത്ത് പൊതു ജനങ്ങളുടെ ഇടയിലേക്ക്, തെരുവിലേക്കും വംശീയതയും വർഗീയതയും പറഞ്ഞുകൊണ്ട് തള്ളിവിടുന്ന സംഘപരിവാര നേതാക്കളും ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. സാധാരണക്കാരായ ആളുകളെ മതത്തിൻ്റെ പേരിൽ, ഹിന്ദു മതത്തിൻ്റെ പേരിൽ, ഹിന്ദുത്വത്തിൻ്റെ പേരിൽ തെരുവിലേക്ക് തള്ളിയിടുമ്പോൾ അവരവരുടെ നേതാക്കൾ വളരെ സുരക്ഷിതമായി രമ്യഹർമ്മങ്ങളിൽ കഴിയും. വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവരും നാടുവിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും സംഖ്യകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയ്ക്കില്ലാത്ത വക തന്നെയാണ് ഇപ്പോൾ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്.